പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരെ പുനർജനിയിൽ സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. അനുമതിയില്ലാതെയുള്ള വിദേശയാത്രയിലും വിദേശ ഫണ്ടിലെ ക്രമക്കേടും അന്വേഷിക്കണമെന്ന ആവശ്യം. നടപടിക്കുള്ള നീക്കം 1 വർഷം മുൻപ് നൽകിയ ശുപാർശയിൽ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയമായി നേരിടുമെന്നും നിയമപരമായി നിലനിൽക്കില്ലെന്നും വി.ഡി. സതീഷ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തന്ത്രങ്ങൾ ഒരുക്കി കോൺഗ്രസ്. അടുത്ത മാസം പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ നീക്കം. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുതെന്നും UDF പരിഗണിക്കുന്നത് വിജയസാധ്യത മാത്രമാണെന്നും നേതൃത്വം. കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല വയനാട്ടിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJP. കഴക്കൂട്ടത്ത് മുരളീധരൻ, കായംകുളത്ത് ശോഭ, നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മത്സരിച്ചേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് നേടാനായില്ലെന്നും ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും BJP വിലയിരുത്തൽ. ലീഗുമായി ഏറ്റുമുട്ടുന്ന വെള്ളാപ്പള്ളി നടേശനെ നേരിൽ കണ്ട് പ്രകാശ് ജാവേദ്കർ. അമിത്ഷാ 11-നെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടാനാകില്ലെന്ന് MA ബേബി. പോറ്റി എങ്ങനെ അവിടെ എത്തിയെന്നതിൽ വ്യക്തത വേണമെന്നും CPM ജനറൽ സെക്രട്ടറി. പങ്കുള്ള എല്ലാവരെയും ശിക്ഷിക്കണമെന്ന നിലപാടാണ് കേരള സർക്കാരിന്റേതെന്നും വിശദീകരണം. വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ന്യൂയോർക്ക് ജയിലിൽ കഴിയുന്ന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ ചിത്രം പുറത്തുവിട്ട അമേരിക്ക. പതറാതെ ജയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ പുഞ്ചിരിയുമായി നിക്കോളാസ് മദുറോ. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ആവശ്യം തള്ളി BCCI. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മത്സരക്രമം മാറ്റാൻ പറ്റില്ലെന്ന് തീരുമാനം. സുരക്ഷയെ ചൂണ്ടിക്കാട്ടിയുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യം IPL നിന്നും മുസ്തഫിസൂർ റഹ്മാനെ ഒഴിവാക്കിയതിനു പിന്നാലെ